കാര്യമാണ് നിങ്ങളുടെ ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ഈ വാഹനങ്ങൾ ഒഴിക്കുന്ന പെട്രോളിലായിരുന്നു നിങ്ങൾക്ക് അറിയാലോ. ആ പെട്രോൾ എത്ര ശതമാനം എത്ര ആൾ ചേർക്കണം നിങ്ങൾക്ക് അറിയാമോ? എത്ര ശതമാനം എത്ര ആൾ ചേർക്കണം എന്ന് അറിയാമോ? ഇത് റിലയൻസ് പോലുള്ള കമ്പനികൾക്ക് പൈസ കൂട്ടുവാൻ വേണ്ടി അവർക്ക് പോക്കറ്റിലേക്ക് പൈസ കയറുവാൻ വേണ്ടി 50% വരെ എത്തനോൾ ആരെയാണ് നിങ്ങൾ പറയുന്നത്? ആരെയാണ് നിങ്ങൾ കൊള്ളയടിക്കാൻ നോക്കുന്നത്? ഞാൻ ഒരു പെട്രോൾ ഞങ്ങൾ മില്ല് വർക്ക് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ ഉത്തരം നിങ്ങൾ പറ. എന്തിനാണ് 50%? എത്ര വണ്ടികൾ? എന്റെ സഹോദര, ഈ GST എന്ന് പറയുന്ന GST കൗൺസിലില് ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി ഉള്ളതാണ്. അതിന്റെ GST ഒഴിവാക്കാൻ വേണ്ടി നമ്മളുടെ സംസ്ഥാന ഈ പറയുന്ന നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററെയും കൂടി വിളിച്ചിരുത്തി GST ഒഴിവാക്കാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി. ആരാണ് ആ GST ഒഴിവാക്കുന്നതിന് മൊഴിഞ്ഞിരുന്നത്? ഈ കേരള സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രിയാണ് അത് GST ഒഴിവാക്കുന്നതിന് മാറുന്നത്. സഹോദര, താങ്കളുടെ പ്രശ്നം ഈ സംസ്ഥാന സർക്കാർ തീർക്കാൻ കഴിയും. താങ്കളുടെ പ്രശ്നം ഈ സംസ്ഥാന സർക്കാർ കഴിയും. കാരണം അതിൽ 33% GST ഒഴിവാക്കിയാൽ ആ 33% GST ഒഴിവാക്കേണ്ട GST കൗൺസിലിലെ അംഗമാണ് താങ്കളുടെ ധനകാര്യമന്ത്രി. ഒന്ന് ആ ധനകാര്യമന്ത്രിയോടൊന്ന് പറയൂ, നിർമ്മലാ സീതാരാമൻജി റെഡിയാണ്. പറയൂ, സെസ്സാണോ അങ്ങ് ഉദ്ദേശിച്ചത്? GST ഇപ്പൊ കേന്ദ്രത്തിൽ തോന്നുന്നല്ലേ? GST കൗൺസിലല്ലേ തീരുമാനം? കൗൺസിൽ ഒരു അംഗമാണല്ലോ ഇവിടുത്തെ ധനകാര്യമന്ത്രി. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, അദ്ദേഹം ഒരു തീരുമാനം പറഞ്ഞാൽ മതിയോ? ഇന്ന് വരെ GST കൗൺസിൽ ആ തീരുമാനം പറഞ്ഞിട്ടുണ്ടോ? താങ്കളൊന്ന് ധനകാര്യമന്ത്രിയോട് പറയൂ സഹോദര, ഒന്ന് പറയാൻ പറയൂ.